സർ, ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രം ഇതാണ് ലോകത്തിൻ്റെ മുഴുവൻ ഒരു ചർച്ചാ വിഷയം. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർദോ ആണവ കേന്ദ്രം എന്താണ്? ഇങ്ങനെ ഒരു ആണവ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നത് ഇക്കാലം അത്രയും ലോകത്തിന് അറിയില്ലായിരുന്നു, അല്ലെ ചാരക്കണ്ണുകളെ വെട്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം? ഈ ഫോർദോ ആണവ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ലോകം അറിഞ്ഞത് വൈകിയാണ്. കാരണം അവിടെ ഏതാണ്ടൊക്കെ സമ്പുഷ്ടീകരണമൊക്കെ, കാരണം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇസ്രയേൽ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നേരത്തെ തന്നെ ഇസ്രയേൽ വകവരുത്തുന്നുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നു, ഇസ്രയേൽ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നു. അതുകൊണ്ട് ഇറാൻ ഒരു പണി ചെയ്തിരുന്നു, സിറിയയിൽ ഒരു ആണവ നിലയം പണിയുക എന്നുള്ളത്. അതും ഇസ്രയേൽ തകർത്താണ് കണ്ടെത്തിയിട്ട്. സിറിയയിൽ പണിയുന്ന ആണവ നിലയം ഇറാൻ പണിയുന്നത്, അതും തകർത്താണ്. പക്ഷേ ഇത് വളരെ വൈകിയാണ് ഇതറിഞ്ഞത്. ഇതിനെപ്പറ്റി ഈ 2018 അണ്ടർഗ്രൗണ്ട് വാർഫെയർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ ഡാഫിൻ റിച്ച്മണ്ട് ബറാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇസ്രയേലി ഇൻ്റർനാഷണൽ റിലേഷൻസ് പ്രൊഫസർ ഉണ്ട്. അദ്ദേഹം ഈ അണ്ടർഗ്രൗണ്ട് വാർഫെയറിൻ്റെ വിദഗ്ധനുമാണ്. അണ്ടർഗ്രൗണ്ട് വാർഫെയർ, ഭൂഗർഭ യുദ്ധം, അതിൽ വിദഗ്ധനാണ്. അതും ഇസ്രയേൽ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഫോർദോയിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് എങ്ങനെ തകർക്കാൻ കഴിയുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന് പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഖോമിലാണ്. ഖോം എന്ന് പറയുന്ന പ്രവിശ്യ ഇറാനില് മതപഠന അവരുടെ സർവകലാശാല ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഖോം. ആ സർവകലാശാലയിലാണ് ഈ ഹസൻ നസ്രള്ളയെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ പഠിച്ച് ജിഹാദികളെയൊക്കെ പഠിച്ചു വിടുന്ന സർവകലാശാലയാണ് ഈ ഖോം യൂണിവേഴ്സിറ്റി, മതപഠന കേന്ദ്രം. ആ ഖോം മലയുടെ ഉള്ളിലാണ് ഫോർദോ ആണവ നിലയം ഉണ്ടായിരുന്നത് എന്ന് പറയണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം നശിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത്. പാസ്റ്റ് ടെൻസ്, ഭൂതകാലത്തിൽ പറയണോ എന്നറിഞ്ഞുകൂടാ. ഇതിൽ ഫോർദോയിൽ ഉണ്ടായിരുന്നത് 3000 സെൻട്രിഫ്യൂസ് ആണ്. സെൻട്രിഫ്യൂസ് ആണ് ഈ സമ്പുഷ്ടീകരണം നടത്തുന്നത്, എൻറിച്ച്മെന്റ് നടത്തുന്നത്. അത് നദാൻസിന്റെ 6% മാത്രമാണ് ഫോർദോയ്ക്ക് ശേഷി ഉണ്ടായിരുന്നത്. അപ്പോൾ രഹസ്യ അണുബോംബ്, അതായത് പൗരന്മാർക്ക് ഗുണമുള്ള ആണവ കേന്ദ്രമല്ലായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉൽപാദനം പോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ഫോർദോയിൽ നടന്നുകൊണ്ടിരുന്നത്, ബോംബ് നിർമ്മാണം മാത്രമാണ്. 2015 സമഗ്ര പദ്ധതി രൂപീകരിച്ചിരുന്നു ഇറാൻ. അതിൻ്റെ ഗവേഷണ കേന്ദ്രം ആണ് ഫോർദോ. അപ്പോൾ 2015 ഈ ആണവ പദ്ധതിയൊക്കെ വന്നപ്പോഴാണ് ഒരു ആണവ കരാർ ബരാക്ക് ഒബാമയുടെ കാലത്ത് ഒപ്പിടുന്നത്. അത് ഒപ്പിട്ടത് ശരിയായില്ല എന്ന് ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു. ഇസ്രയേലിന് പിന്നെ തെളിവ് കൊടുക്കണമല്ലോ, നിങ്ങളിത് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ ഇസ്രയേൽ ഇറാനിൽ നിന്ന് ആണവ രേഖകൾ അടിച്ചു മാറ്റി നടത്തുന്നത്. അത് 2018. അത് കഴിഞ്ഞിട്ട് ആ രേഖകൾ കൊണ്ടുപോയി, അതായത് ഫോട്ടോസ്റ്റാറ്റോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ അല്ലാന്ന് ഇറാൻ പറയുമല്ലോ. അതുകൊണ്ട് ഈ ഒറിജിനൽ എടുത്തിട്ട് പിന്നെ ട്രംപിനെ കാണിച്ചിട്ടാണ് വിശ്വസിപ്പിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. 32 സേഫുകളിൽ നിന്ന് ആണ് അത് കൊള്ള ചെയ്തത്. ആദ്യം ഒരു സ്ത്രീ, ഇറാനിൽ മുഴുവൻ മൂടിയിട്ടല്ലേ നടക്കാൻ പറ്റില്ല, ഒരു രക്ഷകർത്താവിൻ്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പിന്നെ 24 കമാൻഡോസ് വന്ന് ആണ് ഓപ്പറേഷൻ നടത്തുന്നത്. എന്നിട്ട് ഈ രേഖകൾ ലോറിയിൽ അസർബൈജാനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു ലോറി പോകുമ്പോൾ സംശയിക്കുന്നു വിചാരിച്ചിട്ട് പല ലോറികൾ പല ഭാഗത്തേക്ക് പോയി. അപ്പോൾ CCTV നോക്കുമ്പോൾ ഇഷ്ടംപോലെ ലോറിയാണല്ലോ, എങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റില്ല, ഏതാണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഓപ്പറേഷനാണ് അന്ന് ഇസ്രയേൽ നടത്തിയത്. അപ്പോൾ ഇത് ഫോർദോയിൽ 2023 രാജ്യാന്തര ഏജൻസി HEU ഉൽപാദനം കണ്ടെത്തി. HEU എന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡ് യുറേനിയം. ഹൈ ഈൽഡ് യുറേനിയമാണ് ബോംബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, സമ്പുഷ്ടീകരണത്തിന്. അപ്പോൾ 2023 മാർച്ച് ആയപ്പോൾ 83.7% സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ 90% എന്നാണല്ലോ ഒരു കണക്ക്. 83.7 ഒക്കെ ആണെങ്കിൽ ഒരു 9 ബോംബ് ഉണ്ടാവും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ കൃത്യതയോടുകൂടി മാത്രമേ
ഇത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പം അമേരിക്ക അത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളല്ലാതെ ഒരു മിലിറ്ററി പവറിനും ഇത് ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് ട്രംപ് ഇന്ന് ആക്രമണത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂസ് ആയിരുന്നു ഈ സമ്പുഷ്ടീകരണത്തിന്. നിയർ വെപ്പൺസ്, ആയുധം, ബോംബ് ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള യുറേനിയം. അപ്പോൾ അതാണ് ട്രംപ് ഇത് ആക്രമണത്തിന് മുമ്പ് അൺകണ്ടീഷണൽ, നിരുപാധിക കീഴടങ്ങൽ വേണം എന്ന് ഖമനിയോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പോയി പണി നോക്കാനായിട്ട് ഖമനി പറഞ്ഞു, അയാൾ ജിഹാദിയാണല്ലോ, ജിഹാദ് നടത്തിയ ആൾക്ക് ശീലമുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആണവ ബോംബ് നിഷേധിക്കത്തക്ക വിധം തന്നെ ഞങ്ങൾ പെരുമാറുന്നു നെതന്യാഹുവും പറഞ്ഞിരുന്നു. ഈ ഫോർദോ എന്ന് പറയുന്നത് IRGC ഉണ്ടല്ലോ അവിടെ, മറ്റേ അവിടുത്തെ വരേണ്യ പട്ടാളക്കാർ, അതിൻ്റെ താവളവും കൂടിയാണ് IRGCയുടെ. IRGCക്ക് വിദേശത്തൊരു പട്ടാളമുണ്ട്, അതാണ് ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് അവരുടെ താവളമാണ്. അപ്പോൾ ബങ്കർ അണ്ടർഗ്രൗണ്ട് വാർഫെയർ, ഈ അണ്ടർഗ്രൗണ്ട് വാർഫെയർ റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 60 മുതൽ 100 മീറ്റർ വരെ ആഴത്തിലാണ് ഇത്. ഇസ്രയേലിന് തകർക്കാൻ അതുകൊണ്ട് പറ്റില്ല. 60-100 മീറ്റർ മണ്ണിനടിയിലല്ല, 60-100 മീറ്റർ കോൺക്രീറ്റിൻ്റെ അടിയിലാണ്. ഭൂമിയിൽ 60-100 മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് ഈ കേന്ദ്രം. നതാൻസ് 20-30 മീറ്റർ കോൺക്രീറ്റിൻ്റെ അടിയിലാണ് നതാൻസ്, അതും കോൺക്രീറ്റിൻ്റെ അടിയിൽ തന്നെയാണ്. അപ്പോൾ അവിടെയും നതാൻസിൻ്റെ മോൾ ഭാഗമൊക്കെ ഇസ്രയേൽ തകർത്തിരുന്നെങ്കിലും അവിടെ വീണ്ടും അമേരിക്ക ഇടപെടേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയും ബങ്കർ ബസ്റ്റർ ബോംബ്, ഈ ടൊമാഹോക്ക് മിസൈലൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചില്ലേ, അവിടെയും ഈ കോൺക്രീറ്റ് തകർക്കേണ്ട പരിപാടി വേണ്ടിയിരുന്നു. കുറവേ വേണ്ടതുള്ളൂ. കാരണം 60-100 മീറ്റർ ഫോർദോ അത്രയും കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ അവിടെ 20-30 മീറ്റർ കോൺക്രീറ്റേ ഉള്ളൂ. 1 ദശകമായി ഇത് ഭൂഗർഭത്തിൽ പ്രവർത്തിക്കുന്നു ഫോർദോ. 2 തരത്തിൽ ഇത് തകർക്കാം എന്ന് നേരത്തെ കണ്ടിരുന്നു. ഒന്ന് നസറള്ളയെ തകർത്തില്ലേ അവിടെ, നസറള്ളയും കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അടിയിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം നസറള്ളയുടെ ഒരു വഴി അത് ബങ്കർ ബസ്റ്റർ, അതും അമേരിക്കയ്ക്ക് ചെയ്യുമായിരുന്നുള്ളൂ. അപ്പം നസറള്ളയെ അന്ന് ഇസ്രയേല് നശിപ്പിച്ചു എന്ന് നമ്മൾ കരുതിയാൽ നമുക്ക് തെറ്റി. അതും അമേരിക്കയാണ് ചെയ്തിരിക്കുന്നത്. ഹസൻ നസറള്ളയെ സിറിയയില് തീർത്തത്. അപ്പോൾ 18-20 മീറ്റർ കോൺക്രീറ്റിൻ്റെ അടിയിലായിരുന്നു നസറള്ള ഒളിവിലുണ്ടായിരുന്നത്. ആ നിലവറയുടെ മേൽഭാഗമാണ് തകർത്തത്. അപ്പോൾ അത് പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളും ഒക്കെ അതിൽ ഉപയോഗിച്ചിരുന്നു. പിന്നെയാണ് ഈ ബോംബുകൾ ഒന്നിന് പിന്നാലെ ഒന്ന് ആയിട്ട് ശ്രേണിയായിട്ട് അയക്കണം തകർക്കാൻ, ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് തുടർച്ചയായിട്ട്. 20 മീറ്റർ അവിടെ പൊളിച്ചു എന്നാണ്. പിന്നെ നതാൻസ് അങ്ങനെ കുറെ തകർത്തിട്ടുണ്ടാകാം. ഫോർദോയ്ക്ക് അത് പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടത്. അപ്പോൾ ബങ്കർ ബസ്റ്റർ GBU-43B മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് അതൊന്ന്, GBU-57AB മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ MOP മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ. ഓർഡിനൻസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആയുധം എന്നാണ്. ഓർഡിനൻസ് ഫാക്ടറി എന്നൊക്കെ പറയില്ലേ, ആയുധ ഫാക്ടറി. 60 മീറ്റർ കോൺക്രീറ്റ് തകർക്കണമായിരുന്നു. റീഇൻഫോഴ്സ്ഡ് റൂഫ് ആണ് മേൽക്കൂര അതിന് മൾട്ടിപ്പിൾ നിരവധി ആക്രമണങ്ങൾ അതിനും വേണം. എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ ബോംബ്സ്, എല്ലാ ബോംബുകളുടെയും മാതാവ് തന്നെ വേണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 30,000 പൗണ്ട് എന്ന് പറയുന്നത് അല്ലേ, 16,000 കിലോ എന്നൊക്കെ പറയുന്നത്. ഇതിന് ഹാർഡൻഡ് മെറ്റൽ ടിപ്സ് ആണ് ഈ ബോംബുകൾക്ക് ഉണ്ടാവുക. മെറ്റലിൻ്റെ തന്നെ കൊത്തിക്കയറണമല്ലോ. പിന്നെ സ്ഫോടകമില്ലാതെ തന്നെ ഇത് ഹെവി വളരെ കനമുള്ളതാണ്. വെയിറ്റും നല്ല കനവും സ്പീഡും ഉണ്ടാവും ഇതിന്. മണ്ണായാലും കോൺക്രീറ്റ് ആയാലും ഇടിച്ച ഉടൻ ഇത് പൊട്ടില്ല. ഇത് കുത്തി അകത്തേക്ക് കയറി പെനട്രേറ്റ് ചെയ്ത് താഴെ പോയിട്ട് മാത്രമേ പൊട്ടുള്ളൂ. ഇടക്ക് വെച്ച് പൊട്ടിയാൽ പ്രയോജനമില്ല. അപ്പോൾ പെനട്രേറ്റ് ചെയ്ത ശേഷം അപ്പോൾ അകത്തായിരിക്കും.
എന്നാലല്ലേ മൊത്തം തകരുള്ളൂ. അപ്പോൾ അമേരിക്കൻ പട്ടാളത്തിൽ തന്നെ ചിലർക്ക് ഇതിനുള്ള പരിശീലനം ഉള്ളൂ. GBU-43 C-130 വിമാനത്തിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേ 57 അത് B-2 ബോംബറുകളിലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഈ ബോംബറുകൾ വന്ന് ഫോർദോ ആക്രമണം നടത്തിയത്. അതാണ് അപ്പോൾ ഈ ലോകത്തിന് തന്നെ ഭീഷണിയായിരുന്ന ഫോർദോ നാമാവശേഷമായി എന്ന് ട്രംപ് പറയുന്ന വിശ്വസിക്കാമെങ്കിൽ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.